ഇപ്പോൾ മാധ്യമപ്രവർത്തകനും വിദേശകാര്യ വിദഗ്ധനുമായ താജ് ആലുവ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ താജ് ആലുവ, ഒടുവിൽ നമ്മളേവരും കാത്തിരുന്ന പ്രതീക്ഷിച്ച ഒരു നിമിഷം എത്തിയിരിക്കുന്നു. വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഗസയിൽ അവിടെ വലിയ ആഘോഷങ്ങളും അല്ലെങ്കിൽ തടവുകാരെ, ഫലസ്തീൻ ബന്ദികളെയൊക്കെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ ഗസയിലെ ജനങ്ങൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ലോകം ഒന്നാകെ ഉറ്റുനോക്കിയ ഒരു നിമിഷം എത്തിയിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഈ ഒരു നിമിഷം പറയാനുള്ളത്? ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാന ചോദ്യം, എന്ത് നേടി ഇത്രയും വലിയൊരു വംശഹത്യയ്ക്ക് ശേഷം ഇസ്രായേൽ അല്ലെങ്കിൽ യുദ്ധലക്ഷ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് സാധ്യമാക്കാൻ ഇസ്രായേലിന് സാധിച്ചോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവിടുത്തെ ആഭ്യന്തരമായ ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ഒരു വിഷയം അത് തന്നെയാണ്. അതായത് ഈ യുദ്ധം കൊണ്ട് ഒരു സൈനിക ശക്തി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിതമായത് മുതൽ ഫലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ഒരു സ്റ്റേറ്റ് സ്ഥാപിച്ച് അതിനുശേഷം വളരെ വിശാലമായ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന കൺസെപ്റ്റുമായി മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഫലസ്തീനികളെ അവരുടെ ഈ ഫലസ്തീൻ പ്രശ്നം തന്നെ ലോക ശ്രദ്ധയിൽ നിന്ന് മായ്ച്ചു കളയാൻ വേണ്ടി നിന്നിരുന്ന ഒരു സന്ദർഭത്തിൽ വളരെ പെട്ടെന്ന് സംഭവങ്ങളുടെ ഗതി മാറുകയും ഇങ്ങനെ ഒരു തൂഫാനുൽ അക്സയ്ക്ക് ശേഷം അല്ലെങ്കിൽ അലക്സ ഫ്ലഡ് എന്ന് വിളിക്കുന്ന സംഭവത്തിന് ശേഷം കഴിഞ്ഞ 14 മാസമായി തുടരുന്ന ആക്രമണത്തിന് ശേഷം ഇപ്പോ ഈ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമ്പോൾ ഒരു ഭാഗത്ത് ഫലസ്തീനികൾ വളരെ ദുഃഖത്തിലും അതുപോലെ തന്നെ കഷ്ടപ്പാടിലും ആണെങ്കിലും കൂടി അവർ ആഘോഷിക്കുകയും അതേസമയം വിജയം ആഘോഷിക്കേണ്ട ഇസ്രായേലി ജനത ഒരു ഭാഗത്ത് അവരിലെ ചില ആളുകൾ അതൊരു വിജയമായി തന്നെ കണക്കാക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ശതമാനം ഇതിനെ കാണുന്നത് ഒരു കീഴടങ്ങലായിട്ടാണ്, ഒരു പരാജയം അല്ലെങ്കിൽ ഇസ്രായേലിന് അതിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള നിലക്കാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നോക്കൂ, ഈ വെടിനിർത്തൽ പ്രാബല്യത്തിന് വന്നതിന് ശേഷം ഗസയിൽ അവിടുത്തെ ക്രമസമാധാനത്തിന് നിയുക്തരായിട്ടുള്ള ഹമാസിന്റെ കീഴിലുള്ള ഹമാസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹമാസിന്റെ കീഴിലുള്ള ഭരണ സംവിധാനത്തിലെ പോലീസ് അവർ ഈ അവിടുത്തെ ഇപ്പോഴത്തെ സുരക്ഷയും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് പ്രത്യക്ഷമായി തന്നെ അത് പ്രകടമാകുമ്പോൾ, പ്രത്യേകിച്ച് അവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കുന്നതും അതുപോലെ ഇപ്പോ ആളുകൾക്ക് വേണ്ട സഹായം കൊടുക്കുന്നതും ഒക്കെ ഹമാസിന്റെ ആ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിലെ ആളുകളാണ് എന്ന് പ്രത്യക്ഷമായി കാണുമ്പോൾ അതുപോലും ഒരർത്ഥത്തിൽ വളരെ പ്രഖ്യാപിതമായി ഇസ്രായേൽ പറഞ്ഞിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഡേ ആഫ്റ്റർ, നമ്മളെപ്പോഴും ഈ ഒക്ടോബർ 7 ശേഷം കേൾക്കുന്ന ഒരു വാക്കാണ് ഡേ ആഫ്റ്റർ. അതായത് ഇസ്രായേലിന്റെ സൈനിക നടപടിക്ക് ശേഷം എന്താണ് ഗസയിൽ ഉണ്ടാവുക എന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോ ഒരു നിലക്കും ഹമാസിനെ അവിടെ ഭരിക്കാൻ അനുവദിക്കില്ല, ഹമാസിന് നിശേഷം ഉന്മൂലനം ചെയ്യും എന്ന ഒരു പ്രഖ്യാപിത നയം വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ. പക്ഷേ ഇപ്പോ നമ്മൾ കാണുന്നത് ഈ ഡേ ആഫ്റ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഈ നിമിഷം നമ്മൾ കാണുന്നത് അവിടുത്തെ ഭരണ സംവിധാനത്തിലുള്ള ഹമാസിന്റെ സ്വാധീനം, അവരുടെ ആളുകൾ, ഈവൻ പോരാളികൾ വരെ, പ്രതിരോധ സൈനികർ വരെ ഇപ്പോൾ അവിടെ വളരെ പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഇതുവരെ ഒളിവിലും അതുപോലെ തന്നെ ഭൂഗർഭ ടണലുകളിലുമൊക്കെ ഇരുന്ന് യുദ്ധം നിയന്ത്രിച്ചിരുന്ന, ഇടയ്ക്കൊക്കെ ഒളിപ്പോരാട്ടം നടത്തിയിരുന്ന, ഗറില്ല പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന പോരാളികൾ വരെ പ്രത്യക്ഷമായി ഇതിനെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഒരർത്ഥത്തിൽ ഇസ്രായേലി നിരീക്ഷകരും അവിടുത്തെ സാധാരണ ജനങ്ങളും ഇതിനെ വളരെ ഒരു നിരാശാഭാവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അതേ സന്ദർഭത്തിൽ ഇതിന്റെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നു. അവസാന നിമിഷം വരെ ഏതാണ്ട് വെടിനിർത്തൽ ഔദ്യോഗികമായി നിലവിൽ വന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ വരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടർന്നിരുന്നു. ആ സന്ദർഭത്തിൽ തന്നെ ധാരാളം ഒരു ഡസനെങ്കിലും ആളുകൾ രക്തസാക്ഷികളായി. ഒരു ഭാഗത്ത് ആഘോഷം, മറുഭാഗത്ത് ശവസംസ്കാരം എന്ന് പറയുന്ന രൂപത്തിൽ അവിടെ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും അത്തരം ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായി. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ കരാറൊക്കെ, വെടിനിർത്തൽ കരാറൊക്കെ ഇനിയും ഏത് സമയവും ലംഘിക്കും എന്നുള്ള, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ശാശ്വതമായ വെടിനിർത്തലല്ല. നെതന്യാഹു വളരെ വ്യക്തമായി പറഞ്ഞതാണ്. നേരത്തെ തന്നെ അന്താരാഷ്ട്ര മര്യാദകളെയോ യുദ്ധ നിയമങ്ങളെയോ
അല്ലെങ്കിൽ ഇത്തരം കരാറുകളെയോ ഒന്നും പാലിക്കാത്തൊരു ഒരു ഒരു ചരിത്രം ഇസ്രായേലിനുണ്ട്. ആ ചരിത്രത്തിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഒരർത്ഥത്തിൽ ഇതൊരു പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നിമിഷമാണ്. അവർക്ക് അവരുടെ അസ്തിത്വം, അവരുടെ ഒരു വ്യക്തിത്വം അത് സ്ഥാപിക്കാനുള്ള, തങ്ങളുടെ പ്രശ്നത്തിൽ തങ്ങളുടെ ഭൂമിക്ക് വേണ്ടി തിരിച്ചു വരാനുള്ള, അഭയാർത്ഥികളുടെ തിരിച്ചു വരാനുള്ള അവകാശത്തിന് വേണ്ടി വിശുദ്ധ ഭൂമികളിലുള്ള അവരുടെ ശ്രീ താജാലുവ, എന്നേക്കുമായുള്ള ഒരു യുദ്ധവിരാമം, ഒരു സമാധാനം പുലരുന്ന ഒരു സ്ഥിതി ഗസയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഈ ഒരു വെടിനിർത്തൽ, 3 ഘട്ടമായുള്ള ഒരു വെടിനിർത്തൽ നടപ്പാകുന്നതിന് പിന്നാലെ തന്നെ ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് ഉണ്ടാകുമെന്ന് താങ്കളും പ്രതീക്ഷിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ ധാരാളമായി ചർച്ച നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2 സ്റ്റേറ്റ് എന്നുള്ള സൊല്യൂഷനെ കുറിച്ച് എല്ലാവർക്കും, മിക്കവാറും ഒരു 90% നിരീക്ഷകരും അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ പണ്ഡിറ്റുകളും ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 2 സ്റ്റേറ്റ് എന്നുള്ള സൊല്യൂഷൻ ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നതല്ല. പ്രത്യേകിച്ച് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷമൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നു. പിന്നെ ഉള്ളത് ഒറ്റ ഒരു രാജ്യം എന്നുള്ള സൊല്യൂഷനാണ്. പക്ഷെ ആ സൊല്യൂഷനെ കുറിച്ചാണ് ഇപ്പോൾ ധാരാളമായിട്ട് ചർച്ച നടക്കുന്നത്. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ഇനിയും ദീർഘദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം പല അർത്ഥത്തിൽ പല ഘടകങ്ങൾ അതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. ഒന്നാമതായി ഈ വെടിനിർത്തൽ ശാശ്വതമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഏത് സന്ദർഭത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് ചെറിയ ചെറിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വെടിനിർത്തലിനെ ലംഘിക്കാൻ എല്ലാ സർവായുധ വിഭൂഷിതരായിട്ടുള്ള ഇസ്രായേൽ സൈന്യം തന്നെ അതിന് രംഗത്തുണ്ട്. അപ്പോ വെടിനിർത്തൽ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് അതിന്റെ മുന്നോട്ട് പോക്കിരിക്കുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഈ വിഷയത്തിൽ കുറച്ചുകൂടി അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ, ഇസ്രായേലിന്റെ മേൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പരിഹാരം ഏറ്റവും പെട്ടെന്ന് സാധ്യമാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇതിനുവേണ്ടി നേരത്തെ മുൻകൈ എടുത്തിട്ടുള്ള ദക്ഷിണാഫ്രിക്കയെ പോലെയുള്ള, തുർക്കിയെ പോലെയുള്ള രാജ്യങ്ങൾ, ഖത്തർ, ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളൊക്കെ ആ വിഷയത്തിൽ കുറച്ചുകൂടി സമ്മർദ്ദം ഇസ്രായേലിന്റെ ഭാഗത്തും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ട്രംപിന്റെ ഒരു പോളിസിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യുദ്ധം ആഗ്രഹിക്കാത്ത ആളാണ് എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ എല്ലാം ഒരു വ്യാപാര കണ്ണിലൂടെ മാത്രം, ലാഭത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന ഒരാളാണ്. അപ്പോ അതുകൂടി മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഒരു സമാധാനം, ഇവിടെ ഒരു രാഷ്ട്രമായി ഫലസ്തീനികളും ഇസ്രായേലികളും ജീവിക്കുന്ന ഒരു രാഷ്ട്രമായിട്ടുള്ള ഒരു പരിഹാരത്തെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് നീക്കാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കക്ഷികൾക്കും അന്താരാഷ്ട്ര ഏജൻസികൾക്കും ഒക്കെ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഗുണകരമായ സംഗതിയാണ്. പക്ഷേ അതിനകത്തേക്ക് ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം ഭരണകൂടത്തിൽ നന്നായി പിടിമുറുക്കിയിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് തന്നെയും അവരുടെ പിടിവാശിയെ അധികം താമസിയാതെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാതെ ഈ വെടിനിർത്തലിന് ഇസ്രായേലി ഭരണകൂടം, ക്യാബിനറ്റ്, തീവ്ര വലതുപക്ഷം കൂടി ഉൾപ്പെടുന്ന ക്യാബിനറ്റ് അത് അംഗീകരിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് കുറച്ചുകൂടി യാഥാർത്ഥ്യത്തിലേക്ക് വരേണ്ടി വരും. ഫലസ്തീനി പ്രശ്നത്തെ അവർക്ക് എന്നേക്കുമായി ഒരു ജനതയെ ഒന്നാകെ നമുക്ക് അടിച്ചമർത്താൻ കഴിയില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ അവരുടെ ആവശ്യങ്ങൾ നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ്. നമുക്കൊരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ്, ഒരു വെടിനിർത്തലിന് പിന്നാലെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വലിയ ആഘോഷത്തിലേക്ക് ഗസയിലെ ജനങ്ങൾ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. പരസ്പരം ഹസ്തദാനം ചെയ്തും കെട്ടിപ്പിടിച്ചും അവർ ആഘോഷിക്കുകയാണ്.